വിമർശനങ്ങൾ കേട്ടേക്കുന്നതും ഈ മേക്കപ്പിന്റെ പേരിലാണ് അല്ലേ? അതെ 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 നല്ലോണം കേട്ടിട്ടുണ്ട്. കാരണം എല്ലാവരും നോക്കുമ്പോൾ ഭയങ്കര ഓവറാന്ന് പറയും. പക്ഷെ എനിക്കൊരു ഓവറല്ല. കാരണം ഡാൻസ് കളിക്കുന്നവർക്ക് അറിയാം, അടുത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കര ഓവറായിരിക്കും. ഇപ്പൊ ചേച്ചി അടുത്ത് നിൽക്കുക, അപ്പൊ എന്റെ മേക്കപ്പ് കാണുമ്പോൾ അയ്യേ ഇതെന്താ ഭയങ്കര, ഞാൻ വീഡിയോ ഒക്കെ നല്ല കട്ടിയിലും ഇതൊക്കെ. ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമിന് അങ്ങനെ ചെയ്യാം, എല്ലാം കൂടുതലാണ് ചെയ്യേണ്ടത്. അപ്പൊ അടുത്തൊക്കെ ഭയങ്കര ഓവറാണ്. പക്ഷെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ദൂരെ നിൽക്കുന്നവർക്ക് അത് കാണണം, നല്ല ഭംഗിയാണ്. അപ്പം അവർക്ക് കാണാൻ വേണ്ടി വെച്ച് കുറച്ച് വലുതായിട്ടും കണ്ണിന്റെ വാലൊക്കെ ഇവിടം വരെ എഴുതിയും മൂക്കിൽ നമ്മൾ നീളം കാണിക്കുമല്ലോ, അത് അത്യാവശ്യം കട്ടിയിലൊക്കെ ഇടും. അടുത്തുള്ളവർക്ക് ഭയങ്കര അങ്ങനെ എന്താ പറയണ്ടേ, വീഡിയോ കാണുന്നവർക്കായാലും വീഡിയോ അടുത്ത് പോകുമ്പോൾ ഓവറാന്ന് തോന്നുമല്ലോ. പക്ഷെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരാളങ്ങ് ദൂരെ നിൽക്കുകയാണുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഈ മേക്കപ്പിന്റെ കാര്യത്തിൽ കണ്ണ് വരയ്ക്കുന്നതിനെ പറ്റിയൊക്കെ വായിക്കാറുണ്ടോ ഈ കമന്റ്സ്? വായിക്കാറുണ്ട്, അത്യാവശ്യമൊക്കെ വായിക്കും. വായിച്ചിട്ട് റിപ്ലൈ കൊടുക്കാൻ തോന്നാറുണ്ടോ? ചിലപ്പോൾ തോന്നും റിപ്ലൈ കൊടുത്താലോ എന്ന്. പിന്നെ ഓർത്ത് എന്തിന് കൊടുത്തിട്ട് എന്താ കാര്യം, ഇവരോടൊക്കെ എന്ത് പറയാനാന്നുള്ള മൈൻഡാണോ? ഇടയ്ക്ക് സങ്കടം വരും. കാരണം എന്താണ്, അതിന്റെ വീഡിയോ ഇടാനായിട്ട് നോക്കിയിരിക്കുന്നവർ കുറേ പേരുണ്ടാവും, കമന്റ് പറയാൻ ഇടാനായിട്ട്. എനിക്ക് ഇടുമ്പോൾ തന്നെ അപ്പം തന്നെ എന്താ പല ചീത്തയിട്ട് പറയാനായിട്ട് തന്നെ നിൽക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ എനിക്ക് സങ്കടം വരും, എന്തിനിങ്ങനെ പറയണേ, ഞാൻ എന്തെങ്കിലും വൃത്തികേടായിട്ടാണ് ചെയ്തത്, വൃത്തികേടായിട്ടാണ് ചെയ്തത്, അങ്ങനെ എനിക്ക് സങ്കടം വരണ്ട്. കുറേ പേര് എന്താ നിനക്ക് വേറെ പണിയില്ലേ, നിനക്ക് ഇതാണോ പണി എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ സങ്കടം വരും. നമുക്ക് വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ കുറ്റം പറയുന്ന ആൾക്കാർ വന്ന് നിൽക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും. എന്ത് വീഡിയോ ഇട്ടാലും അപ്പം തന്നെ ചീത്ത വർത്താനാ.